നമസ്കാരം. മഴ നനച്ച മണ്ണിൽ നിന്ന് ഉയരുന്ന ഗന്ധത്തിന് ഒരു ഭാഷയുണ്ട്. പ്രഭാതത്തിൽ ഇലകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ ഒരു കവിത പറയുന്നുണ്ട്. ഒഴുകുന്ന പുഴകൾക്ക് ഒരു സംഗീതമുണ്ട്. കാറ്റിന് പറയാൻ ഒരു കഥയുണ്ട്. ആ കഥകളുടെയും കവിതകളുടെയും സംഗീതത്തിന്റെയും സമാഹാരമാണ് പ്രകൃതി. മനുഷ്യൻ ആദ്യമായി ഒരു പുസ്തകം വായിക്കുന്നതിന് മുമ്പ് അവൻ വായിച്ചത് പ്രകൃതിയെയായിരുന്നു. ആദ്യമായി ഒരു കവിത എഴുതുന്നതിന് മുമ്പ് അവൻ കേട്ടത് പക്ഷികളുടെ ഗാനമായിരുന്നു. ആദ്യമായി ഒരു ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് അവൻ കണ്ടത് പൂക്കളുടെ വർണ്ണങ്ങളായിരുന്നു. അതുകൊണ്ടാവാം ലോകത്തിലെ എല്ലാ മഹാകവികളും പ്രകൃതിയെ തങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനമായി കണ്ടത്. കാളിദാസന്റെ മേഘദൂതത്തിൽ മേഘം സന്ദേശവാഹകനാണ്. ടാഗോറിന്റെ കവിതകളിൽ മരങ്ങൾ സംസാരിക്കുന്നു. സുഗതകുമാരിയുടെ കവിതകളിൽ കാടുകൾ കരയുന്നു. ONV വരികളിൽ ഭൂമി വേദനിക്കുന്നു. കവിതകൾ പ്രകൃതിയെ വരച്ചു കാണിക്കലല്ല, പ്രകൃതിയുടെ ആത്മാവിനെ അടയാളപ്പെടുത്തലാണ്. എന്നാൽ ഇന്ന് അതേ ആത്മാവിന് മുറിവേറ്റിരിക്കുന്നു. പക്ഷികളുടെ പാട്ടുകളെ യന്ത്രങ്ങളുടെ ശബ്ദങ്ങൾ മറികടക്കുന്നു. പുഴകളുടെ തെളിമയെ മാലിന്യങ്ങൾ മൂടുന്നു. കാടുകളുടെ ഉള്ളറകൾ വരെ മനുഷ്യന്റെ അത്യാഗ്രഹം കവർന്നെടുത്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ഒരു ആഘോഷം മാത്രമല്ല, നമ്മുടെ മനസാക്ഷിയെ ഉണർത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് മരങ്ങളെയും പുഴകളെയും മണ്ണിനെയും സംരക്ഷിക്കുക എന്നതിലുപരി നമ്മുടെ സംസ്കാരത്തെയും സാഹിത്യത്തെയും ജീവിതത്തെയും ഭാവിയെയും സംരക്ഷിക്കലാണ്. പ്രകൃതിയെ അമ്മയായി കണ്ട ഒരു സംസ്കാരത്തിന്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. ഈ പരിസ്ഥിതി ദിനത്തിൽ നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഭൂമിയുടെ ഭാവിയെക്കുറിച്ച് തന്നെയാണ്. വികസനത്തിന്റെ പേരിൽ നാം കാടുകൾ വെട്ടിമാറ്റുന്നു. സൗകര്യങ്ങളുടെ പേരിൽ നദികളെ മലിനമാക്കുന്നു. പുരോഗതിയുടെ പേരിൽ മലകൾ ഇടിച്ചു നിരത്തുന്നു. എന്നാൽ പ്രകൃതിയുടെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഓരോ പ്രവർത്തനത്തിനും പ്രകൃതി മറുപടി നൽകുന്നുണ്ട്. പ്രളയമായും വരൾച്ചയായും ഉരുൾപൊട്ടലായും അതിശക്തമായ ചൂടായും പതിവിന് വിപരീതമായ കാലാവസ്ഥ വ്യതിയാനങ്ങളായും ഒക്കെ. മഴ ഉത്സവമായിരുന്ന കാലം മാറി മഴ ഭയത്തിന്റെ പേരായി മാറിയിരിക്കുന്നു. കാരണം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നാം തകർത്തിരിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിൽ മനുഷ്യനും മൃഗങ്ങളും മരങ്ങളും ഒരേപോലെ സ്നേഹിക്കപ്പെടുന്നുണ്ട്. ബഷീർ നമ്മെ പഠിപ്പിച്ചത് സ്നേഹത്തിന്റെ ഭാഷയാണ്. ആ സ്നേഹം മനുഷ്യരിലേക്ക് മാത്രമല്ല, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിലേക്കും വ്യാപിക്കണം. ടാഗോർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആകാശത്തോട് സംസാരിക്കാനുള്ള ഭൂമിയുടെ നിരന്തര ശ്രമങ്ങളാണ് മരങ്ങളെന്ന്. എത്ര മനോഹരമായ ആശയമാണത്. ഒരു മരം വെറും സസ്യം മാത്രമല്ല, അത് ഒരു കവിതയാണ്, ഒരു പ്രതീക്ഷയാണ്, ഒരു ഭാവിയാണ്. നാം ഒരു മരം നട്ടുപിടിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ഒരു കവിത എഴുതുകയാണ്. വരും തലമുറകൾക്ക് ഒരു സമ്മാനം നൽകുകയാണ്. പരിസ്ഥിതി സംരക്ഷണം ജീവിതശൈലിയിലെ മാറ്റമായി മാറണം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോ വർഷവും കുറഞ്ഞത് ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കുക. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, വെള്ളം പാഴാക്കാതിരിക്കുക, വൈദ്യുതി ലാഭിക്കുക, പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക, പ്രകൃതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം കുട്ടികളിൽ വളർത്തുക. ഈ ചെറിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളാണ് നാളെയുടെ ലോകത്തിന്റെ സംരക്ഷകർ. ഭൂമിയെ രക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള തലമുറ നിങ്ങളുടേതാണ്. നിങ്ങൾ ഒരു മരം നട്ടാൽ അത് വളരും. എന്നാൽ അതിനേക്കാൾ വലിയ കാര്യം നിങ്ങളിൽ വളരുന്നത് ഒരു ഉത്തരവാദിത്വ ബോധമാണ്. നമുക്ക് ഭൂമി പാരമ്പര്യമായി ലഭിച്ചതല്ല, നമ്മുടെ മക്കളിൽ നിന്നും കടം വാങ്ങിയതാണ്. ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. ഈ വാക്കുകൾ നമ്മെ വലിയൊരു സത്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമകൾ വരും തലമുറകളാണ്. അവർക്കായി നാം ഈ ഭൂമിയെ സുരക്ഷിതമായി കൈമാറണം. ഇന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. പ്രകൃതിയെ സ്നേഹിക്കാം. മണ്ണും മരങ്ങളും ജലവും സംരക്ഷിക്കാം.
പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറയ്ക്കാം. ഭൂമിയെ സംരക്ഷിക്കാം. കാരണം പ്രകൃതിയെ രക്ഷിക്കുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനം മാത്രമല്ല, അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. അവസാനമായി ONV ചിന്തകളുടെ ആത്മാവിനെ ഉൾക്കൊണ്ട് ഒരു കാര്യം പറയട്ടെ. ഭൂമിയെ നമുക്ക് കീഴടക്കാൻ കഴിയില്ല. ഭൂമിയോട് ചേർന്ന് ജീവിക്കാൻ മാത്രമേ കഴിയൂ. പ്രകൃതിയുമായി യുദ്ധം ചെയ്യുന്ന മനുഷ്യൻ ഒരിക്കലും വിജയിക്കില്ല. എന്നാൽ പ്രകൃതിയുമായി സൗഹൃദം സ്ഥാപിക്കുന്ന മനുഷ്യൻ എന്നും നിലനിൽക്കും. ഈ പരിസ്ഥിതി ദിനം ഓരോരുത്തരുടെയും മനസ്സിൽ പ്രകൃതിയോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും വളർത്തട്ടെ. നമുക്ക് ഭൂമിയുടെ കാവൽക്കാരാകാം. നന്ദി. ജയ് ഹിന്ദ്.